പലവിധ പ്രതിസന്ധികളിൽ കൂടി കടന്നു വരുന്നവരാണ് പൊതുപ്രവർത്തകർ. അതുകൊണ്ട് തന്നെ മിക്കവരും ചെറിയ കാര്യങ്ങളിലൊന്നും കുലുങ്ങില്ല. എന്നാൽ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിലുള്ളവർ പോലും പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിന്നില്ലെങ്കിൽ അവർ തളർന്നു പോയേക്കാം. തിരുവനന്തപുരം തിരുമല വാർഡ് കൗൺസിലറും BJP നേതാവുമായ കെ അനിൽകുമാർ ജീവനൊടുക്കിയത് ഇത്തരമൊരു സാഹചര്യത്തിലാണെന്നാണ് പോലീസിന്റെ നിഗമനം. അനിൽകുമാറിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ BJP നേതൃത്വത്തിനെതിരെ വിമർശനവുമുണ്ട്. താൻ ഭാരവാഹിയായ വലിയശാല ടൂർ സൊസൈറ്റിയിൽ സാമ്പത്തിക പ്രശ്നമുണ്ടായപ്പോൾ പാർട്ടി സഹായിച്ചില്ലെന്ന് കുറിപ്പിൽ കുറ്റപ്പെടുത്തുന്നു. മരണം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ പാർട്ടി പ്രവർത്തകർ കയ്യൂക്ക് കാട്ടി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതും രൂക്ഷ വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് പോലീസ് പട്രോളിൽ ആദ്യം. സ്വാഗതം. പാർട്ടി നേതൃത്വത്തിനെതിരെ ആത്മഹത്യാക്കുറിപ്പ് എഴുതി തിരുവനന്തപുരത്ത് BJP കൗൺസിലർ ജീവനൊടുക്കി. തിരുമല വാർഡ് കൗൺസിലർ കെ അനിൽകുമാറിനെയാണ് കൗൺസിലറുടെ ഓഫീസിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനിൽകുമാർ ഭാരവാഹിയായ വലിയശാല ഫാം സൊസൈറ്റിയിൽ പ്രശ്നമുണ്ടായപ്പോൾ പാർട്ടി സഹായിച്ചില്ലെന്നാണ് ആത്മഹത്യാക്കുറിപ്പിലെ ആരോപണം. താൻ എല്ലാവരെയും സഹായിച്ചെങ്കിലും പ്രതിസന്ധി വന്നപ്പോൾ ഒറ്റപ്പെട്ടു. ഇതിന്റെ പേരിൽ കുടുംബത്തെ ഒറ്റപ്പെടുത്തരുത്. സൊസൈറ്റിക്ക് കിട്ടാനുള്ള വായ്പാ തുക പിരിച്ചെടുത്ത് നിക്ഷേപകർക്ക് നൽകണമെന്നും കുറിപ്പിൽ പറയുന്നു. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അതേസമയം വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ BJP പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. എട്ടര മണിയോടെ തിരുമലയിലുള്ള ഓഫീസിലെത്തിയാണ് അനിൽ ജീവനൊടുക്കിയത്. അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ വരികളും പുറത്തു വന്നിരുന്നു. അനിൽകുമാർ പ്രസിഡന്റായ വലിയശാല ഫാം സൊസൈറ്റിയിൽ 7 കോടി രൂപയിലധികം വായ്പ നൽകിയിരുന്നു. വായ്പ കൊടുത്തവർ പലരും പണം തിരികെ നൽകിയില്ല. നിക്ഷേപകർ പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞില്ല. പണം തിരികെ കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. എല്ലാ കുറ്റവും തന്റെ പേരിലായി. താൻ ഒറ്റപ്പെട്ടു. പാർട്ടി നേതൃത്വവും സഹായിച്ചില്ല. അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നുവെന്നാണ് കുറിപ്പിലുള്ളത്. ഫാം സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്ന് BJP നേതാക്കളും സ്ഥിരീകരിക്കുന്നു. തിരുമല വാർഡിന്റെ ജനപ്രിയ കൗൺസിലർ കൂടിയായിട്ടുള്ള തിരുമല അനിയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, തിരുമലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർഭാഗ്യകരമായിട്ടുള്ള, നിരാശാജനകമായിട്ടുള്ള, ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് കാണുന്നത്. തിരുമല അനി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലൂടെ വളർന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ വാർഡ് പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ്, ജില്ലാ വൈസ് പ്രസിഡന്റ്, ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന നിലയിലും അതോടൊപ്പം തിരുമല വാർഡിലും തൃക്കണ്ണാപുരം വാർഡിലും 2015-ലും 2020-ലും 2 തെരഞ്ഞെടുപ്പുകളിൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ച തിരുമല അനിൽ ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായിട്ടുള്ള ഒരു വേർപാടാണ് എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അനിൽകുമാർ കുറച്ചുനാളായി കൗൺസിലിൽ ഹാജരായിരുന്നില്ല എന്ന് മേയർ ആര്യ രാജേന്ദ്രൻ. അദ്ദേഹം ജീവനൊടുക്കിയതിൽ അതിയായ ദുഃഖവും അതുപോലെ തന്നെ വളരെ വിഷമവും വളരെ ഞെട്ടലും ഞങ്ങളെ സംബന്ധിച്ച്, നഗരസഭയുടെ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അദ്ദേഹം വളരെ ആക്റ്റീവായി കൗൺസിലൊക്കെ പങ്കെടുക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ ഞങ്ങൾക്കെതിരെയൊക്കെ ഉന്നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും കുറച്ചു നാളായി അദ്ദേഹം സജീവമായി കൗൺസിലൊക്കെ വരാതിരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം അവസാനം നടന്ന കൗൺസിലിന് മുൻപായി ഞങ്ങളെ കാണാൻ വന്ന് ആരോഗ്യം ശരിയല്ല എന്നുള്ള തരത്തിലുള്ള സംസാരം നടത്തുകയും ബഹുമാന്യനായ ഡെപ്യൂട്ടി മേയർ മെഡിക്കൽ കോളേജ് പരിസരത്ത് പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ആശുപത്രിയിൽ കാണിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങൾ നഗരസഭ തന്നെ ചെയ്തു നൽകാമെന്നും അദ്ദേഹത്തോട് സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിപ്പോൾ ബോഡി മോർച്ചറിയിലാണുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ നമുക്കിതിന് ശേഷം ചർച്ച ചെയ്യേണ്ടതും എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്ക് വിശദമായ വിവരങ്ങളൊക്കെ കിട്ടി എന്താണെന്ന് അതിനെപ്പറ്റിയുള്ള അഭിപ്രായമൊക്കെ ഇതിന് ശേഷം പറയാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം സഹപ്രവർത്തകരോടൊപ്പം പൂർണ്ണമായി ഞങ്ങളെല്ലാവരും ഉണ്ട്. സംഭവത്തിൽ പേരൂർക്കട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടെ സഹായം അഭ്യർത്ഥിച്ച് തന്നെ അനിൽ വന്ന് കണ്ടിരുന്നു എന്ന് അനുശോചനക്കുറിപ്പിൽ രേഖപ്പെടുത്തിയ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ BJP പ്രവർത്തകരുടെ വിമർശനം ഉണ്ടായി.
എന്നാൽ ആത്മഹത്യാക്കുറിപ്പിനെ സംബന്ധിക്കുന്ന മാധ്യമ വാർത്തകൾക്കെതിരെ BJP പ്രവർത്തകർ രംഗത്തെത്തി. നിരവധി മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു. ന്യൂസ് 18 ക്യാമറാമാൻ സന്തോഷ് മണക്കാടിനും ക്യാമറാമാനും KUWJ ജില്ലാ ട്രഷററുമായ G പ്രമോദിനും മർദ്ദനമേറ്റു. G പ്രമോദിന്റെ ക്യാമറയും ന്യൂസ് 18 കേരളയുടെ ക്യാമറയും അടിച്ചു തകർത്തു. ന്യൂസ് 18 തിരുവനന്തപുരം. അമിത ലഹരി ഉപയോഗം മൂലമുണ്ടാകുന്ന അക്രമ സംഭവങ്ങൾ ചില്ലറയല്ല. മലപ്പുറം നിലമ്പൂരിൽ സഹോദരന്റെ ജീവനെടുത്തതും മദ്യലഹരിയാണ്. വഴിക്കടവ് നാരേക്കാവിലാണ് ജ്യേഷ്ഠൻ അനുജനെ കുത്തിക്കൊന്നത്. നാരേക്കാവ് നായ്ക്കൻകൂളിയിലെ ബാബു എന്ന വർഗീസിനെയാണ് ജ്യേഷ്ഠൻ രാജു എന്ന മത്തായി കുത്തിക്കൊന്നത്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളിയാഴ്ച രാത്രി 9:45 സംഭവം. മദ്യലഹരിയിലായിരുന്ന രാജു ബാബുവിന്റെ വീട്ടിലെത്തി തർക്കത്തിനിടയിൽ നെഞ്ചിൽ കത്തികൊണ്ട് കുത്തുകയായിരുന്നു. ബാബുവിനെ ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നേരത്തെ രാജുവിന്റെ മദ്യപാനം നിർത്താൻ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ഉൾപ്പെടെ കൊണ്ടുപോയി ചികിത്സ നൽകിയിരുന്നു. വിദേശത്തായിരുന്ന രാജു നാട്ടിലെത്തിയെങ്കിലും കാര്യമായ ജോലിയൊന്നും ലഭിച്ചില്ല. രാജുവിന്റെ കുടുംബത്തെ കൂടി സംരക്ഷിച്ചിരുന്നത് അനിയൻ ബാബുവാണ്. രാജുവിന് ബാങ്ക് വായ്പകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ തിരിച്ചടവിന് ബാബു സഹായിക്കുന്നില്ല എന്നാരോപിച്ച് തർക്കവും പതിവായിരുന്നു. കഴിഞ്ഞ ദിവസം മദ്യലഹരിയിൽ ഇക്കാര്യം പറഞ്ഞ് തർക്കിച്ച് ബഹളം വയ്ക്കുകയും കൈവശമുണ്ടായിരുന്ന കത്തികൊണ്ട് ബാബുവിന്റെ നെഞ്ചിൽ കുത്തുകയുമായിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നത്. രാജുവിനെ വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 മലപ്പുറം. ധർമ്മസ്ഥല ബംഗളഗുഡയിൽ SITയുടെ പരിശോധന അന്തിമഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. 10ഓളം തലയോട്ടികളും 100ലേറെ അസ്ഥികളുമാണ് പ്രദേശത്തു നിന്നും ഇതുവരെ കണ്ടെത്തിയത്. വനമേഖലയിലെ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങളുടെ സമീപത്ത് നിന്ന് കണ്ടെത്തിയ തിരിച്ചറിയൽ കാർഡ് കുടകിൽ നിന്ന് 7 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ അയ്യപ്പയുടേതാണെന്നാണ് നിഗമനം. മൈസൂരുവിലേക്കുള്ള ആശുപത്രി യാത്രക്കിടെയാണ് ഇയാളെ കാണാതായത്. ധർമ്മസ്ഥലയിൽ കൂട്ടമായി മൃതദേഹങ്ങൾ മറവ് ചെയ്തെന്ന കേസിൽ ബംഗളഗുഡെ വനമേഖലയിൽ SITയുടെ പരിശോധന അന്തിമഘട്ടത്തിലാണ്. ദുരൂഹത നിറഞ്ഞ പ്രദേശത്തു നിന്നും ഇതുവരെ മനുഷ്യരുടെ 10 തലയോട്ടികളും 100ലേറെ അസ്ഥികളുമാണ് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ ഒരു കുട്ടിയുടെയും സ്ത്രീയുടെയും ഉൾപ്പെടും. ലഭിച്ച തലയോട്ടിയുടെ വലിപ്പമനുസരിച്ചാണ് കുട്ടിയുടേതാണെന്ന നിഗമനത്തിലെത്തിയത്. ഉപരിതലത്തിൽ ചിതറിക്കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇവ വിശദ പരിശോധനയ്ക്കായി ബംഗളൂരുവിലെ ഫോറൻസിക് വിഭാഗത്തിന് കൈമാറി.
ബംഗളകുട്ടയിലെ പരിശോധനയ്ക്കിടെ ലഭിച്ച തിരിച്ചറിയൽ കാർഡ് കുടകിൽ നിന്ന് കാണാതായ UV അയ്യപ്പയുടേതാണെന്ന സൂചനയും പുറത്തുവന്നു. 7 വർഷം മുൻപ് മൈസൂരുവിലേക്കുള്ള ആശുപത്രി യാത്രക്കിടെയാണ് കുടക് കൊന്നമ്പോട്ട് ശെട്ടികേരി സ്വദേശി UP അയ്യപ്പയെ കാണാതായത്. സംഭവത്തിൽ കുട്ട പോലീസ് സ്റ്റേഷനിൽ കുടുംബം പരാതി നൽകിയിരുന്നുവെങ്കിലും ഇയാളെ കണ്ടെത്താനായിരുന്നില്ല. കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ കണ്ടെടുത്ത തിരിച്ചറിയൽ കാർഡും അസ്ഥിഭാഗങ്ങളും അയ്യപ്പയുടേതാണെന്ന നിഗമനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. വിശദ പരിശോധനയ്ക്കായി ഇവ ഫോറൻസിക് വിഭാഗത്തിന് കൈമാറി. തിങ്കളാഴ്ച മുതൽ പ്രദേശം കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധന നടക്കും. 2 ദിവസത്തെ തെരച്ചിലിൽ മാത്രം 7 തലയോട്ടികളും നിരവധി അസ്ഥികളുമാണ് ബംഗളകുട്ടയിൽ നിന്ന് ലഭിച്ചത്. ന്യൂസ് 18 ധർമ്മസ്ഥല. സൈബർ ആക്രമണത്തിൽ CPM നേതാവ് KJ ഷൈനും വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനും നൽകിയ പരാതികളിൽ പ്രത്യേക അന്വേഷണ സംഘം നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. പോലീസ് സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചെന്നും സ്ത്രീകളെ ഓർത്ത് അഭിമാനം തോന്നുന്നെന്നും KJ ഷൈൻ പറഞ്ഞു. KN ഉണ്ണികൃഷ്ണൻ MLA പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകി. മുഖ്യപ്രതികളായ KM ഷാജഹാനെയും CK ഗോപാലകൃഷ്ണനെയും വൈകാതെ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് സൂചന. CPM നേതാവ് KJ ഷൈനും വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനും എതിരെയുള്ള സൈബർ ആക്രമണ പരാതികളിൽ മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് വിശദമായ അന്വേഷണം നടത്തുന്നത്. കൊച്ചി സൈബർ ഡോം, കൊച്ചി സിറ്റി, കൊച്ചി റൂറൽ ഡിവിഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട്. പോലീസ് സംവിധാനം ഉണർന്നു പ്രവർത്തിച്ചെന്നും സ്ത്രീ എന്ന നിലയിൽ അഭിമാനമുണ്ടെന്നും ഷൈൻ പറഞ്ഞു. സ്ത്രീ പുരുഷ ലൈംഗികത നടുറോട്ടിലേക്ക് വലിച്ചഴയ്ക്കാതിരിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണമായിരുന്നുവെന്നും അവർ വ്യക്തമാക്കി. അഭിമാനം കൊള്ളുന്നു കേരളത്തിലെ സ്ത്രീകളെ ഓർത്ത്. കാരണം വലിയൊരു പ്രതിസന്ധിയാണല്ലോ കടന്നുപോയത്. അപ്പം അതിൽ ഗവൺമെന്റ് സംവിധാനം, കേരളത്തിലെ പോലീസ് സംവിധാനം, അതോടൊപ്പം തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. ഗോപാലകൃഷ്ണനും കുടുംബത്തിനും എതിരായ സൈബർ ആക്രമണത്തിൽ പുരുഷനോ സ്ത്രീയോ എന്നല്ല ഒരു മനുഷ്യനെയും മോശമായി ചിത്രീകരിക്കാൻ പാടില്ലെന്നും KJ ഷൈൻ. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ മടങ്ങിയെത്തിയ വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ ഉച്ചയോടെ മുനമ്പം ഡിവൈഎസ്പിയുടെ ഓഫീസിലെത്തി മൊഴി നൽകി. അപവാദ പ്രചരണത്തിന്റെ തുടക്കം പറവൂരിൽ നിന്നാണെന്നും MLA പറഞ്ഞു. എല്ലാ തെളിവുകളും ഇവിടെ നൽകുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ട് ബന്ധപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപവാദ പ്രചരണത്തിന്റെ ഉറവിടം എന്നുള്ളത് അന്വേഷണത്തിലൂടെ വ്യക്തമാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഫേസ്ബുക്കിന്റെ മാതൃകാ സ്ഥാപനമായ മെറ്റയ്ക്ക് സൈബർ പോലീസ് കത്ത് നൽകിയിട്ടുണ്ട്. അധിക്ഷേപ പോസ്റ്റുണ്ടാക്കിയവർക്കും പ്രചരിപ്പിച്ചവർക്കുമെതിരെ തുടർ നടപടികൾ ഉണ്ടാകും. പ്രധാന പ്രതികളായ KM ഷാജഹാനെയും CK ഗോപാലകൃഷ്ണനെയും വൈകാതെ തന്നെ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 കൊച്ചി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പ്രണയം നടിച്ച് ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. കൊല്ലം കുളത്തൂപ്പുഴയിൽ 17-കാരിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച പ്രതിയാണ് പിടിയിലായിരിക്കുന്നത്. കുളത്തൂപ്പുഴ കൂവക്കാട് സ്വദേശി 24 വയസ്സുള്ള അഖിലാണ് കുളത്തൂപ്പുഴ പോലീസിന്റെ പിടിയിലായത്. പെൺകുട്ടി അഖിൽ ഏറെ നാളായി പീഡിപ്പിച്ചു വരികയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. പെൺകുട്ടിയുമായി അഖിൽ ഏറെ നാളായി അടുപ്പത്തിലായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ പലയിടത്തും കൊണ്ടുപോയി ഇയാൾ പീഡിപ്പിച്ചു. തുടർന്ന് പെൺകുട്ടിയെ ഒഴിവാക്കാനായി ശ്രമം. ഇതിനെ ചൊല്ലി നിരന്തരം പെൺകുട്ടിയുമായി വഴക്കിട്ടിരുന്നു. ഇതിനിടെ കുട്ടിയുടെ വീട്ടുകാർ സംഭവം അറിയുകയും കുളത്തൂപ്പുഴ പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു. പട്ടികജാതിയിൽപ്പെട്ട പെൺകുട്ടിയാണ് പീഡനത്തിന് ഇരയായത്. കുളത്തൂപ്പുഴ കൂവക്കാട് സ്വദേശിയാണ് 24-കാരനായ അഖിൽ.
പുനലൂർ ഡിവൈഎസ്പി ബൈജുവിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പുനലൂർ. മലപ്പുറം വളാഞ്ചേരിയിൽ സ്നാപ്ചാറ്റ് വഴി പരിചയപ്പെട്ട് പ്രണയത്തിലായ 14-കാരിയിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. പ്രതി അജ്മൽ കണ്ണൂരിലും സ്വർണം തട്ടിയെടുത്തെങ്കിലും പിന്നീട് പണം കൊടുത്ത് ഒത്തുതീർപ്പാക്കുകയായിരുന്നു. അജ്മലിന്റെ സഹായി മനോജിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മണ്ണാർക്കാട് സ്വദേശിയായ മനോജുമായി ചേർന്നാണ് അജ്മൽ തട്ടിപ്പ് നടത്തിയിരുന്നത്. തട്ടിയെടുക്കുന്ന സ്വർണം വിറ്റുകിട്ടുന്ന പണം തുല്യമായി പങ്കിട്ടെടുക്കുകയായിരുന്നു പതിവ്. വളാഞ്ചേരി സ്വദേശിനിയിൽ നിന്ന് സ്വർണം വാങ്ങാൻ മനോജിന്റെ കാറിലാണ് അജ്മൽ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത്. വീടിനടുത്തിറങ്ങിയ ശേഷം സ്വർണം വാങ്ങിയെടുക്കുകയും തിരികെ അതേ കാറിൽ മടങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസമാണ് തട്ടിയെടുത്ത സ്വർണം വ്യാപാരിയുടെ അടുത്ത് വിൽക്കാനായി കൊണ്ടുപോയത്. എന്നാൽ 5.5 പവൻ തൂക്കമുള്ള മാലയ്ക്ക് ഇയാൾ 5 പവൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് 5 പവന്റെ പണമാണ് നൽകിയത്. ഇങ്ങനെ ലഭിച്ച 3,20,000 രൂപ ഇരുവരും തുല്യമായി പങ്കിട്ടെടുക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു. ഇരുവരും സഞ്ചരിക്കാൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇരുവരും ചേർന്ന് സമാനമായ നിരവധി തട്ടിപ്പുകൾ നടത്തിയതായാണ് വിവരം. എടപ്പാളിലെ സമ്പാദ്യം ചിട്ടീസ് എന്ന സ്ഥാപനത്തിന്റെ വർക്കിംഗ് പാർട്ണർ കൂടിയാണ് മനോജ്. മണ്ണാർക്കാട് സ്വദേശിയായ മനോജ് വിവാഹം ചെയ്തിരിക്കുന്നത് കണ്ണൂർ മട്ടന്നൂർ സ്വദേശിനിയാണ്. മനോജിന്റെ ഭാര്യ വീടിനടുത്തുള്ള ഒരു സ്ത്രീയെയും ഇരുവരും സമാനമായ രീതിയിൽ തട്ടിപ്പിനിരയാക്കിയിരുന്നു. സ്വർണം കൈക്കലാക്കി മുങ്ങിയെങ്കിലും സംഭവം പരാതിയും കേസുമാകുമെന്ന് മനസ്സിലായതോടെ സ്വർണത്തിന്റെ മൂല്യത്തെക്കാളധികം പണം കൊടുത്ത് ഒത്തുതീർപ്പാക്കുകയായിരുന്നു. വാഴക്കാട് പോലീസിലും ഇവർക്കെതിരെ സമാനമായ പരാതിയുണ്ട്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ സൈബർ സെൽ ശേഖരിച്ചു വരികയാണ്. ന്യൂസ് 18 തിരൂർ. ഗുജറാത്തിൽ നിന്നുള്ള ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ഇനി പോകുന്നത്. പാതിവൃത്യം തെളിയിക്കുന്നതിനായി യുവതിയുടെ കൈ ബലമായി തിളച്ച എണ്ണയിൽ മുക്കി. ഭർത്താവിന്റെ സഹോദരിയും മറ്റു 3 പേരും ചേർന്നാണ് അതിക്രമം കാട്ടിയത്. പൊള്ളലേറ്റ് 28-കാരിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുജറാത്തിലെ മെഹ്സാന ജില്ലയിൽ നടന്ന സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഈ മാസം 16-ന് വിജാപൂർ താലൂക്കിലെ ഗരിറ്റ ഗ്രാമത്തിലാണ് നടുക്കുന്ന സംഭവം. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭർത്താവിന്റെ സഹോദരി ജമുന താക്കൂർ, ജമുനയുടെ ഭർത്താവ് മനുഭായ് താക്കൂർ, മറ്റു 2 പേർ എന്നിവർക്കെതിരെ വിജാപൂർ പോലീസ് കേസെടുത്തു. ഇരയായ യുവതി ഭർത്താവിനോട് വിശ്വസ്തത പുലർത്തുന്നില്ലെന്ന് അയാളുടെ സഹോദരി സംശയിച്ചിരുന്നു. ഇതാണ് അതിക്രമത്തിന് കാരണം. യുവതി പതിവ്രതയാണെങ്കിൽ പൊള്ളലേൽക്കില്ലെന്ന് പറഞ്ഞാണ് തിളച്ച എണ്ണയിൽ നിർബന്ധപൂർവ്വം കൈവിരലുകൾ മുക്കിയത്. ഭർത്തൃ സഹോദരി കാലിൽ തിളച്ച എണ്ണ ഒഴിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായും പരാതിയിലുണ്ട്. പതിമൂന്ന് വർഷം മുൻപ് വിവാഹിതയായ യുവതി 2 കുട്ടികളുടെ അമ്മയാണ്. അയൽവാസികളും യുവതിയുടെ പിതാവും ചേർന്നാണ് ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഏതാനും മാസങ്ങളായി അവഹേളനവും പീഡനവും നടക്കുന്നുണ്ടെന്ന് യുവതി പോലീസിന് മൊഴി നൽകി. പ്രതികളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 ഗുജറാത്ത്. തിരുവനന്തപുരം തിരുവല്ല മിടയാർ ദ്വീപിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടം കത്തി നശിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. 400 വർഷത്തിലേറെ പഴക്കമുള്ള 8 കെട്ടാണ് കത്തി നശിച്ചത്. സംഭവത്തിന് പിന്നിലെ അട്ടിമറി സാധ്യതയും പോലീസ് പരിശോധിച്ചു വരികയാണ്.
തിരുവല്ലം ഇടയാറിൽ ഒരു 500 വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതുന്ന ഒരു വീട് കത്തി നശിച്ചത്. പൂർണ്ണമായും തടിയിൽ നിർമ്മിച്ച, മേൽക്കൂര ഒഴികെ ബാക്കിയെല്ലാം പൂർണ്ണമായും തടിയിൽ നിർമ്മിച്ച ഒരു വീടായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വീട്. ഏതാണ്ട് അത് കത്തി പൂർണ്ണമായും അതിൻ്റെ അടിസ്ഥാനം മാത്രം ശേഷിക്കുന്ന തരത്തിലേക്ക് കത്തി. ഏതാണ്ട് 500 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് ഇതിൻ്റെ ഉടമസ്ഥർ പറയുന്നത്. തൊട്ടടുത്തൊരു ക്ഷേത്രവുമുണ്ട്. കുടുംബക്ഷേത്ര നാരകത്തറ കുടുംബത്തിൻ്റേതാണിത്. തിരുവിതാംകൂറിൻ്റെ ചരിത്രവുമായൊക്കെ ബന്ധമുള്ള ഒരു വീടും ഒരു സ്ഥലവും കൂടിയാണിത്. ആ ക്ഷേത്രത്തിന് എന്തോ ഭാഗ്യത്തിന് ആ ഭാഗത്തേക്ക് തീ പടർന്നില്ല, അത് അണയ്ക്കാൻ കഴിഞ്ഞിരുന്നു. ഏതാണ്ട് 7:30 മണിയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. ഈ കുടുംബക്കാരുമൊക്കെ ഇവിടെ ഉണ്ട്. എന്താണ് ഈ ഒരു നാരകത്തറ ക്ഷേത്രവും ഈ തറവാടിൻ്റെയൊക്കെ ഒരു ചരിത്രം എന്താണ്? അച്ഛൻ്റെ ഫാമിലി ടെമ്പിളാണ്. ഈ ക്ഷേത്രത്തിൽ നിന്നാണ് കൊടിയും കയറും പരശുറാം ടെമ്പിളിൻ്റെ ഫെസ്റ്റിവലായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത്. തിരുവല്ലം പരശുറാം ടെമ്പിളിൻ്റെ ഇപ്പോൾ വരും, തിലാത്തിൽ വരും. തിലാത്തിൽ ആറാട്ടിൽ അവസാനിക്കുന്ന മേജർ ആറാട്ട് അല്ല, മേജർ ഇത് മറ്റേ ചെറിയ പൈങ്കിടി ആറാട്ടല്ല, വലിയ ആറാട്ട്. ആ ആറാട്ടിൽ വേണ്ടുന്ന ഫെസ്റ്റിവൽ 10 ദിവസത്തേക്ക് തുടങ്ങുമ്പോൾ ഇവിടുന്ന് കൊടിയും കയറും പൂജ വെച്ച് ഇവിടുന്ന് കൊണ്ടു കൊടുക്കണം. അതൊരു റൈറ്റാണ്, റോയൽ റൈറ്റാണ്. അത് കഴിഞ്ഞിട്ട് 10ൻ്റെ അന്ന് ആറാട്ട് നടക്കുമല്ലോ, ആറാട്ട് മണ്ഡപത്തിൽ ഒരു ശംഖുമുഖത്ത് പുര കെട്ടി കൊടുക്കണം. ആ പുരയിലാണ് വിഗ്രഹങ്ങൾ കൊണ്ടുവയ്ക്കുന്നത്. അത് കഴിഞ്ഞ് അത് പൊളിച്ച് അവിടുത്തെ നാട്ടുകാർ കൊണ്ടുപോകണമെന്നാണ് പഴയ അവരുടെ അറിയാമല്ല, തിട്ടൂരം എന്ന് പറഞ്ഞാൽ അതാണ്. അല്ല, സെക്യൂരിറ്റി ആയിട്ട് ആരും ഇല്ല. പൂർണ്ണമായിട്ടും തടിയായിരുന്നു. മേൽക്കൂര ഒഴികെ ഇതുപോലെ ഇരിക്കും. ഇതേപോലെ വുഡൻ വാൾസും ബാക്കി അതേപോലത്തെ ചെവിരുകളുമാണ്. പഴയ മൺകട്ട. ബാക്കിയെല്ലാം തടിയാണ്. അതാണ് ഈ ഫയർ കൂടാനുള്ള യഥാർത്ഥ കാരണം. അതിൽ കിട്ടിയപ്പോൾ കൂര പനയുടെ നമ്മുടെ ഇതുണ്ടല്ലേ, കഴുക്കോലൊക്കെ, പിന്നെ വളരെ വണ്ണമുള്ള ഈ അതിൻ്റെ ഉത്തരവും മറ്റു കാര്യങ്ങളൊക്കെ, കഴുക്കോലും ഉത്തരവും പട്ടിയിലും ഒക്കെ പനയിലൊക്കെ അടിച്ചതിന് പനയും പ്ലാവും ഒക്കെ അതിനുള്ള സൗകര്യങ്ങളുള്ളതുകൊണ്ട് ഉണ്ടായിരുന്നു. എന്തെങ്കിലും പഴയ പാത്രങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്? അങ്ങനെ ഉരുളികൾ, വിളക്കുകൾ, അങ്ങനെയൊക്കെ ഉള്ള പഴക്കമുള്ളത് സ്റ്റോറേജ് ഏരിയ ഉണ്ടായിരുന്നു. വളരെ പഴക്കമുള്ളത്. ഈ റൂമിലാണ് സ്റ്റോറേജ് ഏരിയ. ഓയിലൊക്കെ കണ്ട, ഓയിൽ വെക്കുന്ന പാട്ട ആൾക്കാർ വിളക്ക് കത്തിക്കാനായിട്ടൊക്കെ. അത് ആ ഏരിയയിൽ നല്ല ഫയർ ഉണ്ടായിരുന്നു. കാരണം ഫയർ വന്ന് ഓയിൽ കിട്ടിയാൽ പിന്നെ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് ഒരു ഇതുമില്ല. ഷോർട്ട് സർക്യൂട്ട് ഒരു ധാരണയില്ല. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഫ്യൂസ് ഊരി വയ്ക്കുമെന്നാണ് പറയുന്നത്. എൻ്റെ ഫസ്റ്റ് കസിനാണ് വന്ന് ഫ്യൂസ് ഊരി വയ്ക്കുന്നത്. പുള്ളി ആയില്യത്തിൻ്റെ അന്ന് ഫ്രൈഡേ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ കിടന്ന് ഈ ഫ്യൂസൊക്കെ ഊരി വെച്ചിട്ട് വീട്ടിൽ കരവളത്ത് പോയി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ സംഭവിക്കുന്നു. അതിന് ഞങ്ങൾ നാട്ടുകാരൊക്കെ വന്നു, പക്ഷേ ഒന്നും ചെയ്യാൻ വേറെ സംശയം, അട്ടിമറി അങ്ങനെ ഒന്നും. കാരണം ഒരു തരത്തിലും വേറെ പറയുന്നുണ്ട്. മുമ്പൊരു പയ്യനുണ്ട്, നമുക്കിപ്പോൾ കാണാതെ ഒരു ചുമ്മാ ഒരു സംശയം എന്നുള്ള അല്ലാതെ കറങ്ങി നടക്കുന്നൊക്കെ അവൻ കറങ്ങി നടക്കാറുണ്ട്. ഇവിടെ അവൻ വന്ന് വിളക്കെടുത്തിട്ടുണ്ട്, ഉരുളി ഓടിച്ചോണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ ചെറിയ നാശനഷ്ടങ്ങളൊക്കെ അവൻ ചെയ്തിട്ടുണ്ട്. അവന് പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവൻ ചിലപ്പോൾ മെന്റലി ഇതാണെന്ന് പറഞ്ഞിട്ട് എസ്കേപ്പ് ചെയ്തു. ഏതായാലും ഒരു അട്ടിമറി സാധ്യതയുണ്ടോ, എങ്ങനെ സംഭവിച്ചു? കാരണം ഈ ഷോർട്ട് സർക്യൂട്ട് എന്ന സംശയമുണ്ടെങ്കിലും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടാണ് ഇവിടെ നിന്ന് ആണ് പോയതെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എങ്ങനെ ഷോർട്ട് സർക്യൂട്ട് എന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട്. ഏതായാലും പോലീസിൻ്റെ അന്വേഷണവും ഫയർഫോഴ്സിൻ്റെ അന്വേഷണവും ഒക്കെ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം കല്ലമ്പലം മണമ്പൂരിൽ വയോധികയെ ആക്രമിച്ച് സ്വർണം കവർന്ന സംഭവത്തിൽ പ്രതി പിടിയിൽ. മണമ്പൂർ സ്വദേശി സദ്ദാം ഹുസൈനെയാണ് കല്ലമ്പലം പോലീസ് അറസ്റ്റ് ചെയ്തത്. മണമ്പൂർ സ്വദേശിയായ വാസന്തി അമ്മയാണ് ആക്രമണത്തിനിരയായത്. ഇവരുടെ അയൽവാസിയാണ് പ്രതി. ഈ മാസം 17-ാം തീയതി ഉച്ചയോടെയായിരുന്നു സംഭവം. മണമ്പൂർ സ്വദേശി സദ്ദാം ഹുസൈൻ അയൽവാസിയായ വാസന്തി അമ്മയുടെ കഴുത്തിൽ കയർ മുറുക്കിയ ശേഷം സ്വർണമാല കവർന്നെടുക്കുകയായിരുന്നു. സംഭവ സമയത്ത് വാസന്തി അമ്മ മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. വീടിനുള്ളിലേക്ക് കയറവേ പിന്നിലൂടെ എത്തിയാണ് പ്രതി ആക്രമണം നടത്തിയത്. വാസന്തി അമ്മ ബോധരഹിതയായതോടെ ഇയാൾ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. ബോധം തെളിഞ്ഞ ശേഷം വാസന്തി അമ്മ തന്നെയാണ് നാട്ടുകാരെ വിവരമറിയിച്ചത്. സദ്ദാം ഹുസൈനാണ് പ്രതിയെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു.
കുട്ടികളും ഈ വഴിയെ നടന്നു പോകാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ റോഡിൽ കൂടെ പോകാറുണ്ട്. ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവം വരുമ്പോൾ നമ്മളെപ്പോലെയുള്ള പിന്നെ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും വയസ്സായ ആൾക്കാർക്കായാലും കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സ്വർണ്ണത്തിന്റെ വില കൂടി കിടക്കുന്ന ഈ സമയമാണ്. അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ പല കുട്ടികളും ഇങ്ങനെ ഈ വഴിയെല്ലാം പോകാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ച് പോയിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോഴേക്കും പ്രതി സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടിരുന്നു. തിരുവനന്തപുരത്ത് നിന്നാണ് സദ്ദാം ഹുസൈനെ പിടികൂടിയത്. പിടികൂടുന്നതിനിടയിൽ പ്രതി പോലീസിനെ ആക്രമിച്ചു. പോലീസ് സാഹസികമായാണ് ഇയാളെ കീഴടക്കിയത്. തിരുവനന്തപുരം സ്വദേശിയായ പെൺസുഹൃത്തിന്റെ മാതാവിന്റെ ഓപ്പറേഷൻ നടത്താൻ പണത്തിനായാണ് കവർച്ച നടത്തിയത് എന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ. മലപ്പുറം പൊന്നാനിയിൽ കഞ്ചാവ് ആവശ്യപ്പെട്ട് യുവാക്കളെ ആക്രമിച്ച 2 പേർ അറസ്റ്റിൽ. പൊന്നാനി സ്വദേശികളായ അനസ്, സാബിർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് ലഹരി ചോദിച്ചെത്തിയവർ യുവാക്കളെ ആക്രമിച്ചത്. കഴിഞ്ഞ ദിവസമാണ് പൊന്നാനിയിൽ അക്രമമുണ്ടായത്. സ്ഥിരം ലഹരിക്ക് അടിമകളായ യുവാക്കൾ കഞ്ചാവ് ആവശ്യപ്പെട്ട് അതിക്രമം കാട്ടുകയായിരുന്നു. വഴിയരികിൽ നിന്ന് യുവാക്കളെ ബൈക്കിലെത്തി കഞ്ചാവ് ആവശ്യപ്പെട്ട ശേഷം ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി. സംഭവത്തിൽ പൊന്നാനി നഗരം സ്വദേശി കിഴക്കയിൽ അനസ്, അമ്പലത്ത് വീട്ടിൽ സാബിർ എന്നിവരെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായ അനസ് പോത്തന്നൂർ കള്ളഷാപ്പ് പരിസരത്ത് യുവാവിനെ ആക്രമിച്ച കേസിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. സാബറിനെതിരെ എറണാകുളം ജില്ലയിൽ ലഹരിക്കടത്ത് കേസുമുണ്ട്. പൊന്നാനി ഇൻസ്പെക്ടർ അഷറഫ് എസ്, SI ബിബിൻ CV എന്നിവരുടെ നേതൃത്വത്തിൽ CPOമാരായ ഹരിപ്രസാദ്, ശ്രീരാജ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പൊന്നാനി സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. പലതരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഒരു തവണ പിടിയിലാകുമ്പോൾ മാത്രമാകും ഞെട്ടിക്കുന്ന തട്ടിപ്പുകളുടെ ചരിത്രം പുറത്തുവരിക. തിരുവനന്തപുരം വർക്കലയിൽ റിസോർട്ടുകളിൽ നിന്നും സ്പാകളിൽ നിന്നും പോലീസിന്റെയും നഗരസഭയുടെയും പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം തട്ടി വന്നിരുന്ന ഓട്ടോ ഡ്രൈവർ പിടിയിലായി. വർക്കല സ്വദേശിയായ സജീറാണ് പിടിയിലായത്. നിരവധി പേരിൽ നിന്ന് അയാൾ പണം തട്ടിയിട്ടുള്ളതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. വർക്കലയിൽ സ്പാ നടത്തിവന്ന യുവതിയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിലാണ് സജീർ വർക്കല പോലീസിന്റെ പിടിയിലായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ നിരവധി സ്ഥാപനങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം അപഹരിക്കാറുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. സ്പാ പോലീസ് എല്ലാ മാസവും റെയ്ഡ് ചെയ്യുമെന്നും അങ്ങനെ ചെയ്യാതെ ഇരിക്കണമെങ്കിൽ ഇൻസ്പെക്ടർക്ക് പണം കൊടുക്കണമെന്നും ഇയാൾ യുവതിയോട് പറഞ്ഞിരുന്നു. സ്പായിൽ അനധികൃതമായി ഒന്നും ഇല്ലെന്നാണ് ആദ്യം യുവതി മറുപടി നൽകിയത്.
എന്നാൽ തനിക്ക് പോലീസുമായുള്ള ബന്ധം വെച്ച് റെയ്ഡ് ചെയ്ത് സ്പാ പൂട്ടിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് സജീർ പണം തട്ടിയത്. ജൂൺ 6 പ്രതി 30,000 രൂപ പണമായി വാങ്ങി. തുടർന്ന് പലതവണയായി 50,000-ലേറെ രൂപയും ഇയാൾ ഈ സ്ഥാപനത്തിൽ നിന്ന് മാത്രം കൈക്കലാക്കി. ഇത്തരത്തിൽ നിരവധി പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. എന്നാൽ പലരും നാണക്കേട് ഭയന്ന് പുറത്തു പറയാൻ പോലും തയ്യാറായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. വർക്കല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ. പാലക്കാട് റീജിയണൽ ഫയർ ഓഫീസിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ഓഫീസിൽ നിന്ന് കണക്കിൽപ്പെടാത്ത 13,000-ത്തിലധികം രൂപ കണ്ടെടുത്തു. കെട്ടിട ഉടമകളിൽ നിന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് പണം വാങ്ങുന്നെന്ന പരാതികളെ തുടർന്നായിരുന്നു പരിശോധന. വിജിലൻസ് ഡിവൈഎസ്പി ബെന്നി ജേക്കബിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കെട്ടിട ഉടമകളിൽ നിന്ന് ഫയർ എൻഒസിക്ക് കൈക്കൂലി വാങ്ങുന്നതായി ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം പരിശോധന നടന്നത്. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളുടെ ചുമതലയുള്ള പാലക്കാട് റീജിയണൽ ഫയർ ഓഫീസർ കെ ഷിജുവിന്റെ കയ്യിൽ നിന്നാണ് തുക കണ്ടെത്തിയതെന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. തുക ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിരുന്നില്ല. പിടിച്ചെടുത്ത പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് ഫയർ ഓഫീസർ കൃത്യമായ മറുപടി നൽകിയിട്ടില്ലെന്നാണ് വിവരം. പരിശോധനാ റിപ്പോർട്ട് വകുപ്പ് തല മേധാവിക്ക് സമർപ്പിക്കും. എൻഒസി നൽകുന്നതിന് ഏജൻസികൾ മുഖേന വൻ തുക വാങ്ങുന്നതായി വിജിലൻസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഈ ഉദ്യോഗസ്ഥനെ കുറിച്ച് മുൻപും പരാതികൾ ഉണ്ടായിരുന്നതിനാൽ നിരീക്ഷണത്തിലായിരുന്നുവെന്നും വിജിലൻസ് അധികൃതർ പറഞ്ഞു. ഇൻസ്പെക്ടർമാരായ ഷിബു എബ്രഹാം, എസ് അരുൺ പ്രസാദ് എന്നിവരും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. എൻഒസി നൽകുന്നതിന് 1 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന ഹോട്ടൽ ഉടമയുടെ പരാതിയിൽ കഴിഞ്ഞ ജൂണിൽ പാലക്കാട് അഗ്നിരക്ഷാ നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർക്കെതിരെയും വിജിലൻസ് നടപടിയെടുത്തിരുന്നു. ന്യൂസ് 18 പാലക്കാട്. കൊല്ലം പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ 5.5 കിലോ കഞ്ചാവുമായി 2 ബംഗാൾ സ്വദേശികൾ പിടിയിൽ. 26 വയസ്സുള്ള ഉജ്ജൽ ദാസ്, 25-കാരനായ സിഫാജന എന്നിവരാണ് പിടിയിലായത്. റെയിൽവേ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ പിടികൂടിയത്. ഇതര സംസ്ഥാനക്കാർക്കിടയിൽ വിൽപ്പന നടത്താനാണ് പ്രതികൾ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നത്. രാവിലെ 8ഓടെ ചെന്നൈയിൽ നിന്നും കൊല്ലത്തേക്കുള്ള ട്രെയിൻ വന്നു പോയതിനു ശേഷം സാധാരണ നിലയിലുള്ള പരിശോധന റെയിൽവേ പോലീസ് നടത്തുന്നതിനിടയിലാണ് ഓവർബ്രിഡ്ജിന് അടിവശത്തുള്ള കടയ്ക്ക് സമീപം അസ്വാഭാവികമായി 2 പേരെ കണ്ടത്. പോലീസ് എത്തി ചോദ്യം ചെയ്തെങ്കിലും ബംഗാളി ഭാഷ സംസാരിക്കുന്നതിനാൽ ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. RPF-ലെ മറ്റൊരു ഉദ്യോഗസ്ഥന്റെ സഹായത്താൽ ചോദ്യം ചെയ്തപ്പോഴാണ് ബാഗിൽ കഞ്ചാവാണെന്ന് മനസ്സിലാകുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ 5.5 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. ബംഗാൾ സ്വദേശികളായ 26 വയസ്സുള്ള ഉജ്ജൽ ദാസ്, 25-കാരനായ സിഫാജന എന്നിവരാണ് പിടിയിലായത്. കിലോ, 1 കിലോ, 1/2 കിലോ എന്നിങ്ങനെ പ്രത്യേകം പൊതികളിലാക്കിയാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. ഉജ്ജൽദാസ് 4 വർഷമായി കേരളത്തിലെത്തിയിട്ട്. ഇയാൾ കൊല്ലത്ത് നിർമ്മാണ തൊഴിലാളിയാണ്. ഇതര സംസ്ഥാനക്കാർക്കിടയിൽ വിൽപ്പന നടത്താനാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്നാണ് പ്രതികൾ നൽകിയ മൊഴി.
മുൻപും ഇരുവരും ചേർന്ന് നിരവധി തവണ കഞ്ചാവ് കടത്തിയിട്ടുണ്ട്. ഇതാദ്യമായാണ് പിടിവീഴുന്നത്. കഞ്ചാവിന്റെ ഉറവിടമടക്കം കണ്ടെത്താനായി അന്വേഷണം തുടരുകയാണെന്ന് SI ശ്രീകുമാർ അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ASI വിജയകുമാർ, CPOമാരായ ബിജുരാജൻ, രഞ്ജിത്ത്, വിനോദ്, മനു, പ്രേംകുമാർ, അരുൺ മോഹൻ, സവിൻ കുമാർ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. 1 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോഴത്തേനും നമ്മുടെ ഫ്ലൈ ഓവറിന്റെ അടിയിൽ ഉള്ള കടയുടെ സമീപത്തായി 2 പേര് ബാഗുമായിട്ട് നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ അവര് അടുത്ത് വിളിച്ച് പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഹിന്ദി ആണ് അവർ സംസാരിച്ചത്. സംശയം തോന്നിയതിനെ തുടർന്ന് RPFലെ ഹിന്ദി വശമുള്ള ദ്വിഭാഷാ സഹായത്തോടു കൂടി അവരുടെ പേരും വിലാസവും മനസ്സിലാക്കുകയും അവരുടെ പെരുമാറ്റത്തിൽ ഞങ്ങൾക്കൊരു ചെറിയ സംശയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ബാഗ് തുറന്ന് പരിശോധിച്ചപ്പോൾ അതിനകത്ത് കഞ്ചാവ് കണ്ടെത്തുകയും ചെയ്തു. ന്യൂസ് 18 പുനലൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കണ്ണൂർ പയ്യന്നൂർ കോളേജിലുണ്ടായ SFI KSU സംഘർഷത്തിൽ 7 SFI പ്രവർത്തകർക്കെതിരെ കേസ്. പരിക്കേറ്റ KSU യൂണിറ്റ് പ്രസിഡന്റ് ചാൾസ് സണ്ണിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. പാലക്കാട് നിന്നും കാണാതായ 13-കാരനായ വിദ്യാർത്ഥിയെ കണ്ടെത്തി. ട്രെയിൻ യാത്ര ചെയ്യുകയായിരുന്ന കുട്ടിയെ തൃശൂരിൽ നിന്നാണ് കിട്ടിയത്. പാലക്കാട് ചന്ദ്രനഗർ സ്വദേശിയായ വിദ്യാർത്ഥിയെ 2 ദിവസം മുൻപാണ് കാണാതായത്. മലയാളി യുവതിയെ ഷാർജയിൽ നിന്ന് കാണാതായതായി പരാതി. ഷാർജ അബുഷഗാറിൽ താമസിക്കുന്ന തിരുവനന്തപുരം സ്വദേശിനി പൊന്നു എന്ന ഋതികയാണ് രാവിലെ കാണാതായത്. സഹോദരന് രക്തപരിശോധന നടത്താൻ വേണ്ടി രാവിലെ ക്ലിനിക്കിലേക്ക് കൂടെ പോയതാണ് 22-കാരിയായ ഋതിക. ലാബിനുള്ളിലേക്ക് പോയ സഹോദരൻ മടങ്ങിയെത്തിയപ്പോൾ യുവതിയെ കാണാനില്ലായിരുന്നു. ക്ലിനിക്കിന്റെ പിൻവശത്തെ വാതിലിലൂടെ പുറത്തിറങ്ങി പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പരിസര പ്രദേശങ്ങളിലൊക്കെ അന്വേഷിച്ചെങ്കിലും യാതൊരു വിവരവും ലഭിക്കാത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാവുകയാണ്. നമസ്കാരം.